ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു വാട്സപ്പിൽ വരാൻ പോകുന്ന ഒരു 2 അപ്ഡേറ്റിനെ പറ്റി. അപ്പോൾ ആ പറഞ്ഞ അപ്ഡേറ്റുകളിൽ ഒന്ന് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വാട്സപ്പിൽ വന്ന ആ അടിപൊളി അപ്ഡേറ്റ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ വാട്സപ്പിൽ വന്ന അപ്ഡേറ്റ് ആണ് ടേൺ ഓഫ് ക്യാമറ എന്നത്. അതായത് നമുക്കറിയാം വാട്സപ്പിലൂടെ നമുക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ നമ്മൾ വീഡിയോ കോൾ ആരെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ ആ ക്യാമറ ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലോട്ട് വീഡിയോ കോൾ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ വരുന്നതായിരിക്കും അല്ലേ. ഇനി നമുക്കിതൊന്ന് ഫുൾ സ്ക്രീനിൽ നിന്ന് എടുക്കാം. ഫുൾ സ്ക്രീനിൽ എടുക്കുമ്പോൾ ഇവിടെ ടേൺ ഓഫ് യുവർ വീഡിയോ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ ഓഫ് ആവുന്നതായിരിക്കും, നമ്മുടെ ക്യാമറ ഇവിടെ ഓഫ് ആവുന്നതായിരിക്കും. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ടേൺ ഓഫ് യുവർ വീഡിയോ എന്നത് ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ. ഇപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാം, വീഡിയോ കോൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ കോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ക്യാമറ. ഈ ക്യാമറയിൽ ആ വ്യക്തിക്ക് വീഡിയോ കോൾ ചെയ്ത ആ വ്യക്തിക്ക് നമ്മുടെ വീഡിയോ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ആ ഒരു ഇമേജ് മാത്രം, നമ്മളിപ്പോൾ വാട്സപ്പിൻ്റെ പ്രൊഫൈലാക്കി വെച്ചിരിക്കുന്ന ഇമേജ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇതിപ്പം ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബാക്ക് ക്യാമറയുടെ വിഷ്വലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് ആ ഒരു വ്യക്തിയുടെ നമ്മളെ ആരാണോ കോൾ ചെയ്ത് ആ ഒരു വ്യക്തിയുടെ വിഷ്വൽ കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ വിഷ്വൽ അവർക്ക് കാണാൻ സാധിക്കത്തില്ല. പകരം അവർക്ക് നമ്മുടെ ആ ഒരു ഇമേജ്, നമ്മളവിടെ DPI വെച്ചിരിക്കുന്ന ഇമേജ് എന്തോ അത് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും അൺനോൺ നമ്പറിൽ നിന്നൊക്കെ നമുക്ക് വീഡിയോ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഇനി തൊട്ട് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അടിപൊളി ഒരു ഫീച്ചറാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ പ്രൈവസി കുറച്ചും കൂടെ സെക്യൂർ ആവുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ വാട്സപ്പിൽ വേറൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഈ വീഡിയോ കോളിൽ തന്നെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയാണല്ലോ. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അത്തരത്തിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ 3 ഡോട്ട് കണ്ടോ, ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റിയാക്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണ്. ഇവിടെ കുറച്ച് ഇമോജീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇമോജീസിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോജി അവിടെ റിയാക്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ആ ഒരു ഇമോജി റിയാക്ഷൻ അവിടെ ലഭിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. കണ്ടോ, ഞാൻ ഇവിടെ ഹാർട്ട് കൊടുത്ത് ആ ഒരു വീഡിയോയിൽ ഇവിടെ ആ ഹാർട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇനി മുതൽ ഇമോജി റിയാക്ഷനും വീഡിയോ കോളിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് നോക്കുക. നിങ്ങളുടെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. അതുപോലെ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.